നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഭർത്താവിന് പിന്നാലെ ഭാര്യയും കുടുങ്ങുന്നു. ഒന്നാം പ്രതി പൾസർ സുനിയെ അറിയില്ലെന്ന മൊഴിയാണ് കാവ്യയ്ക്ക് വിനയാകുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനിയുടെ കാറിൽ കാവ്യ സഞ്ചരിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചതോടെയാണ് കാവ്യയുടെ കാര്യത്തിൽ തീരുമാനമായത്. 3 മാസം കാവ്യയുടെ ഡ്രൈവറായിരുന്നു പൾസർ എന്ന സൂചനയും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കാവ്യയെ പ്രതിയാക്കുക. നടൻ ദിലീപും പൾസർ സുനിയെ അറിയില്ലെന്ന മൊഴിയാണ് പോലീസിന് ആദ്യം നൽകിയിരുന്നത്. പിന്നീട് ജോർജേട്ടൻ സ്ഫുരം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ സുനി ദിലീപിനെ കാണാൻ എത്തിയെന്ന തെളിവുകൾ പോലീസിന് ലഭിക്കുകയായിരുന്നു. എന്നാൽ കാവ്യയുടെ ഡ്രൈവറായി സുനി പ്രവർത്തിച്ചിരുന്നു എന്ന വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കാവ്യയെ അടുത്ത ദിവസം പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. അതിനുശേഷം അറസ്റ്റിനും സാധ്യതയുണ്ട്. കാവ്യയെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അപ്പുണ്ണിയെ ചോദ്യം ചെയ്ത ശേഷമാകും കാവ്യയെ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തുക. നേരത്തെ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യലിന് എത്താൻ കാവ്യ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് പോലീസ് കാവ്യയുടെ അടുത്തെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ അത് പറ്റില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാവ്യയും പൾസറും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചതോടെ നടിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന് തീരുമാനം. ഇനി പോലീസ് ക്ലബിലെത്താൻ നോട്ടീസ് നൽകും. അതിനോട് സഹകരിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയി കാവ്യ അറസ്റ്റ് ചെയ്യും. അതിനുശേഷം കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കും. ഇതാണ് പോലീസിന്റെ തീരുമാനം. ഭാര്യയെ രക്ഷിക്കാൻ എല്ലാ കുറ്റവും ഏറ്റെടുക്കാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നും സൂചനയുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ദിവസം ഗായിക റിമിയും കാവ്യയും നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പോലീസ് ആരായും. നടി ആക്രമിക്കപ്പെട്ട ദിവസം രാത്രി 9-നും 11-നും ഇടയിൽ റിമി കാവ്യയെ വിളിച്ചെന്ന് പോലീസ് കണ്ടെത്തിയതായാണ് വിവരം. ഈ ഫോൺ വിളിയെ കുറിച്ചുള്ള റിമിയുടെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. കാവ്യയുടെ അറസ്റ്റിന് ശേഷം റിമിയെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. റിമിയെ അറസ്റ്റ് ചെയ്യുന്നതും പോലീസിന്റെ പദ്ധതിയിലുണ്ട്. കാവ്യയുടെ അമ്മ ശ്യാമളയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നേരത്തെ അമ്മയുടെ സെക്രട്ടറി ഇടവേള ബാബുവിനെ ആലുവ പോലീസ് ക്ലബിൽ 2.5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. കേസിൽ ഉപദ്രവിക്കപ്പെട്ട നടിയും പ്രതിയായ നടൻ ദിലീപുമായുള്ള ശത്രുതയുടെ തുടക്കം അമ്മയുടെ സ്റ്റേജ് ഷോ പരിശീലനത്തിനിടയിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ പരിശീലന ക്യാമ്പിലെ സജീവ സാന്നിധ്യമായിരുന്നു ഇടവേള ബാബു. അവിടെ നടിയും ദിലീപും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിന് ബാബു സാക്ഷിയാണ്. ദിലീപിന്റെ എല്ലാ സ്റ്റേജ് ഷോകളുടെയും സംഘാടനത്തിൽ ബാബു ഉണ്ടായിരുന്നു. വിദേശത്തെ ദിലീപിന്റെ ബിസിനസ് ഇടപാടുകളെ കുറിച്ചും ബാബുവിന് അറിവുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. അമ്മയും ദിലീപുമായി ബന്ധപ്പെട്ട ചില രേഖകളും ഇടവേള ബാബു പോലീസിന് കൈമാറിയിട്ടുണ്ട്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നായിരുന്നു മൊഴിയെടുപ്പിന് ശേഷം ബാബുവിന്റെ പ്രതികരണം. സ്റ്റേജ് ഷോ പരിശീലനത്തിന്റെ മാനേജറായി പ്രവർത്തിച്ചിരുന്നത് നടി കാവ്യയാണ്. പൾസർ സുനി ഇതേ ക്യാമ്പിൽ എത്തിയതിന് തെളിവുണ്ട്. ഇതിനിടെ നടനും MLAയുമായ മുകേഷിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തെന്ന് സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസും മുകേഷും നിഷേധിക്കുകയാണ്. കേസിലെ ആദ്യ ഗൂഢാലോചന നടക്കുമ്പോൾ മുകേഷിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. MLA ഹോസ്റ്റലിൽ വെച്ച് മുകേഷിന്റെ മൊഴി പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളും കണ്ടെത്തിയതിനെ തുടർന്നാണ് മുകേഷിനെതിരെ സംശയമുന ഉയരുന്നത്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.